കല്ലറയുടെ വാതിക്കലെത്തി സരോജിനിയായിട്ട് വിളിച്ചു ചോദിച്ചു, അല്ലയോ ബാപ്പുജി, അങ്ങ് ക്രിസ്തുവിനെ പോലെ ജീവിച്ചു, അല്ലയോ ബാപ്പുജി, ക്രിസ്തു പറഞ്ഞതെല്ലാം പ്രായോഗികമാക്കി, അല്ലയോ ബാപ്പുജി, ഇന്ന് ഞായറാഴ്ച യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റ ദിവസം, അല്ലയോ ബാപ്പുജി, അങ്ങ് ഉയർത്തെഴുന്നേൽക്കയില്ലേ? ഇല്ലേ, ഇല്ല. സരോജിനി നായിഡുവിന്റെ ചോദ്യത്തിന് ഒരിക്കലും ഉത്തരം പറയുവാൻ കഴിയാതെ ഗാന്ധിജിയുടെ ഭൗതിക അവശിഷ്ടം കന്യാകുമാരി മുതൽ ത്രിവേണി വരെ ഒഴുക്കപ്പെട്ടും ശേഷിച്ചത് രാജഘട്ടിലെ അടഞ്ഞ കളറയിൽ ഒതുങ്ങി കിടക്കുമ്പോൾ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെ വെച്ച് കലറ മണ്ണിന്റെ മലർന്ന മാടത്തിൽ തുറന്നു കിടന്നുകൊണ്ട് അവനെ വെച്ചയിടം വന്നു കാണുമീൻ, അവൻ ഇവിടെയില്ല, ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു, ജീവിച്ചിരിക്കുന്നവനെ നിങ്ങൾ മരിച്ചവരുടെ ഇടയിൽ അന്വേഷിക്കണമെന്നത് അവർ ചോദിക്കുകയുണ്ടായി. യേശു ക്രിസ്തു മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു. ജഡം സംബന്ധിച്ച് ദാവീദിന്റെ പുത്രൻ, ആത്മാവ് സംബന്ധിച്ച് ദൈവത്തിന്റെ പുത്രൻ. എങ്ങനെ അറിയാം? മരിച്ചുട്ടേർക്കയാൽ. അങ്ങനെ ക്രിസ്തു ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്ന കർത്താവാണ്, സമ്പൂർണ്ണ മനുഷ്യൻ. അവൻ പാപിയെ രക്ഷിക്കണമെന്ന് 1, 2, 3, 4, 5 കുറിപ്പുകൾ 5-6 മിനിറ്റ് കൊണ്ട് പറഞ്ഞ് അവസാനിപ്പിക്കുന്നതാണ്. മനുഷ്യൻ പാപിയെ രക്ഷിക്കുവാൻ ലോകത്തിൽ വന്ന ഒരേ ഒരു രക്ഷകൻ. ഈ രക്ഷകനായ ക്രിസ്തുവിൻ്റെ അടുക്കൽ വന്ന് ഏതൊരു മനുഷ്യനും പറയണം, കർത്താവേ, ഞാനൊരു പാപിയാണ്, എൻ്റെ പാപങ്ങൾ എന്നോട് ക്ഷമിക്കണമേ. നിന്റെ പാപങ്ങളോട് വിട പറഞ്ഞ് മാനസാന്തരപ്പെട്ട് പശ്ചാത്തപിച്ച് യേശുക്രിസ്തുവിനോട് പറഞ്ഞാൽ ഉടനെ യേശുക്രിസ്തു എന്ത് ചെയ്യുന്നു? പാപമോചനം കൊടുക്കുന്നു. യേശുക്രിസ്തു പാപമോചനം കൊടുത്തതാണ്. 1, യേശുക്രിസ്തു എന്ത് ചെയ്യുന്നു? പാപമോചനം കൊടുക്കുന്നു. 2, നിത്യജീവനെ കൊടുക്കുന്നു. നിത്യജീവൻ, നിത്യതയിൽ അനന്തതയിൽ ജീവിക്കുവാൻ ആവശ്യമായ ജീവന്റെ പേരാണ് അനന്തജീവൻ. അനന്തജീവനെ കൊടുക്കുന്നു. 3, കർത്താവായ യേശുക്രിസ്തു അവന് പരിശുദ്ധാത്മാവിനെ കൊടുക്കുന്നു. പിന്നെയും പാപത്തിൽ വീഴാതെ ഇതാകുന്നു വഴി എന്ന് പറഞ്ഞവനെ ഉപദേശിക്കാനായിട്ട് പരിശുദ്ധാത്മാവിനെ അവനിലേക്ക് നിക്ഷേപിക്കുന്നു. അങ്ങനെ പരിശുദ്ധാത്മാവിനെ കൊടുക്കുന്നു. 3 കാര്യം ഞാൻ പറഞ്ഞു. 4, ഒരുത്തൻ ക്രിസ്തുവിനെ സ്വീകരിക്കുമ്പോൾ ഉടനെ അവനെ പുത്തൻ സൃഷ്ടിയാക്കി മാറ്റുകയാണ്. ഇന്നലെ വരെ മദ്യപിച്ച്, വ്യഭിചരിച്ച്, വ്യതിചലിച്ച്, അന്യായം ചെയ്ത്, അതിക്രമം ചെയ്ത് ആദതായിയായി നടന്ന പാപിയായ മനുഷ്യൻ യേശുക്രിസ്തുവിനെ സ്വീകരിച്ച മാത്രയിൽ നിത്യജീവൻ, പാപമോചനം ലഭിച്ച്, നിത്യജീവൻ ലഭിച്ച്, പരിശുദ്ധാത്മാവിനെ ലഭിച്ച് പുത്തൻ സൃഷ്ടിയായി മാറി. അതുകൊണ്ട് ഇന്നലെ വരെ ജീവിച്ചതുപോലെ ഒരുത്തൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാണ്. പഴയതെല്ലാം കഴിഞ്ഞുപോയി, ഇതാ പുതുതായിരിക്കുന്നു. മാനസാന്തരമില്ലാത്ത ക്രിസ്ത്യാനികളല്ല, പശ്ചാത്തപിക്കുന്നത് ക്രിസ്തുവിനോട്, പാപങ്ങൾ ഏറ്റുപറയുന്നത് ക്രിസ്തുവിനോട്. അങ്ങനെ ഏറ്റുപറഞ്ഞാൽ അവൻ ഉടനെ പാപങ്ങൾ മോചിക്കും. ഏറ്റവുടലായി പ്രത്യാശ നൽകുന്നു. ഏറ്റവുടലെ പുത്തൻ പ്രത്യാശ. പുതിയ ജീവിയാണ്. ഞാൻ എപ്പോഴും എൻ്റെ ദൃഷ്ടാന്തം അധികം പറയില്ല. ഞാൻ കുറേ ഭക്തിയൊക്കെ ആയിട്ടാണ് ജീവിച്ചത്. അത് കമ്മ്യൂണിസ്റ്റുകാരനായിരുന്നാലും ഞാൻ ഏകാദശി ദിവസം തിരുവട്ടാർ ഞങ്ങളുടെ ക്ഷേത്രം കുടുംബക്ഷേത്രമാണ്. അതുകൊണ്ട് ഞങ്ങളുടെ രാജാക്കന്മാർ പണിതതുമാണ്. അതുകൊണ്ട് യാദവ രാജാക്കന്മാരുടെ വകയാണത്. അതുകൊണ്ട് ഞാൻ ആ ക്ഷേത്രത്തിൽ പോകും. വിഷ്ണുവാണ്, കൃഷ്ണനാണ് എൻ്റെ ഏറ്റവും വലിയ ഇഷ്ടദൈവം. അദ്ദേഹത്തെ ഭജിക്കും. അവിടെ ചെന്ന് ഏകാദശിയെ കാണും. പക്ഷേ വേറെ കുഴപ്പങ്ങളൊന്നും ഞാൻ കാണിക്കുകയില്ല. എൻ്റെ ആയുസ് ഞാൻ വ്യഭിചരിക്കാനോ കള്ളു കുടിച്ചിട്ടുണ്ട്. അച്ഛൻ നല്ല കുടിക്കുന്ന ആളായതുകൊണ്ട് എങ്ങനെ ഇരിക്കുമെന്നറിയാൻ ഒരിക്കൽ കുടിച്ചു. സ്വദേശി വിദേശി എല്ലാം കുടിച്ചു. ഓരോ പ്രാവശ്യം നോക്കി അത് മാറ്റിവെച്ചു, വേണ്ടാന്ന് വെച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇതുപോലെ തെറ്റ് വേറെ ഒന്നും ഞാൻ ചെയ്തിട്ടില്ല. പിന്നെ ആയുസിൽ ഒരിക്കൽ മാത്രം ഒരു മോഷണം നടത്തി. ഞങ്ങൾക്ക് തമിഴ്നാട് പ്രക്ഷോഭണം വന്നപ്പോൾ പാട്ടക്കാർ പാട്ട നെല്ല് തരാതെ ഞങ്ങളെ പട്ടിണി കിട്ടു. 3-4 ദിവസം കിടന്ന് വിശന്ന് പറഞ്ഞപ്പോൾ ഞങ്ങളുടെ വയലെല്ലാം വിളഞ്ഞു കിടക്കുകയാണ്. ഞാൻ ഒരു രാത്രി 2 മണിയായപ്പോൾ ഒരു ചാക്കും എടുത്ത്, അന്ന് അധികം പ്രായമൊന്നുമില്ലെങ്കിലും ചാക്കും എടുത്ത് ഒരു കത്തിയുമൊക്കെ എടുത്ത് നേരെ വയലിൽ ചെന്ന്, ഞങ്ങളുടെ വയലല്ലേ, അതിൽ നിന്ന് കുറേ കതിരികൾ മാത്രം മുറി ചാക്കി കെട്ടി വീട്ടിൽ കൊണ്ടുവന്ന് അമ്മയോട് പറഞ്ഞു, ഇത് നേരം വെളുക്കുന്നതിന് മുമ്പേ വറുത്ത് കുത്തി കഞ്ഞി വെച്ച് തരണമെന്ന്. അമ്മ പറഞ്ഞു, ഞാൻ ചെയ്യയില്ല. നിന്നോട് മോഷ്ടിക്കാൻ ആര് പറഞ്ഞു? അവർ കൃഷി ചെയ്തിട്ടിരിക്കുന്നതാണ്, അധ്വാനിച്ചതവരാണ്, നമുക്ക് പാട്ടം തന്നില്ല എന്നുള്ളത് ശരിയായിരിക്കാം, നീ ചെയ്ത് തെറ്റാണെന്ന് എൻ്റെ അമ്മ കുറ്റപ്പെടുത്തി. ഞാൻ വഴക്കുണ്ടാക്കി അമ്മയെ കൊണ്ട് കുറേ നിർബന്ധിച്ച് കഞ്ഞി വെച്ച് കുടിച്ചാണ് ഒരു വിശപ്പടങ്ങിയത്. അങ്ങനെ ഒരിക്കൽ മോഷണം നടത്തിയിട്ടുണ്ട്. പിന്നെ കാര്യമായ മറ്റു കുഴപ്പങ്ങൾ, കള്ളുകൂടിയൊക്കെ ഒരു ദിവസം കൊണ്ട്. പിന്നെ ചെയിൻ സ്മോക്കറായിരുന്നു ഞാൻ. വീട്ടിൽ വെച്ച് ഞാൻ പറ്റനാണ്. പുറത്തിറങ്ങി അച്ഛൻ്റെ മുമ്പിൽ, അമ്മയുടെ മുമ്പിൽ ഓച്ചാനിച്ചൊക്കെ എനിക്ക് അമ്മാവൻ്റെ മുമ്പിലും, ജനപക്ഷ പാർട്ടി ഓഫീസിലും അതുപോലെ തന്നെ മറ്റുള്ളിടത്തും വെച്ചാണ് ഞാൻ അത്യാവശ്യം സിഗരറ്റ് വലിക്കുന്നത്. പക്ഷേ യേശുക്രിസ്തുവിനെ സ്വീകരിച്ചപ്പോൾ ഇത്രയൊക്കെ എനിക്ക് മാറ്റേണ്ടി വന്നുള്ളൂ. പിന്നെ സിനിമ കാണും, അതും മാറ്റി. എന്നാൽ ഈ ദൈവത്തിനു മുമ്പിൽ ഇതെല്ലാം പാപങ്ങളാണ്. ഈ പാപങ്ങളെല്ലാം ഏറ്റുപറഞ്ഞു. എന്നാൽ എൻ്റെ അടുത്ത് വേറൊരു സ്നേഹിതനുണ്ട്, വിഘ്നേശ്വരൻ നായർ എന്നാണ് പേര്. അയാൾ റൗഡിയായിരുന്നു. എന്ന് പറഞ്ഞാൽ ഇഷ്ടം പോലെ കുടിക്കുക. 9 ക്രിമിനൽ കേസിലെ പ്രതിയാണ്. എന്നേക്കാൾ നീളം കൂടുതലുണ്ട്, എന്നേക്കാൾ 1 ഇഞ്ച് കൂടെ വീതി നെഞ്ചിനുണ്ട്. പിന്നെ അദ്ദേഹത്തെ മീശ എന്ന് പറയുന്നത് ഇങ്ങനെ പിരിച്ചു വയ്ക്കാവുന്ന, നാരങ്ങ വയ്ക്കാവുന്ന പകുതി പിരിച്ചു നിർത്തിയിരിക്കുന്ന മീശ. അദ്ദേഹത്തിൻ്റെ കൃത എന്ന് പറയുന്നത് പിക്സാക്സ് മോഡൽ വെട്ടി ഇവിടെ കൊണ്ടുവന്ന് കുറ്റി വെച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ അതിന് പറ്റിയ ക്രോപ്പ്, ഓയിൽ ജൂബ, അകത്ത് വീതിയുള്ള അരപ്പട്ട്, അതിനകത്ത് മൂർച്ചയുള്ള കഠാര. ഇതാണ് വിഘ്നേശ്വരൻ്റെ സാമാന്യ വേഷം, ഇരുനിറവും. അതിൻ്റെ കൂടെ വീട്ടിൽ കയറ്റാത്തത് കൊണ്ട് അയാൾ അടുത്തൊരു വീട് വാടകയ്ക്കെടുത്ത്
അത് ചായക്കടയാക്കി, ചായക്കട നടത്തി, ഇടയ്ക്ക് ചാരായം ഉണ്ടാക്കി കുടിച്ചൊക്കെ നടക്കുന്ന ആളാണ്. 9 ക്രിമിനൽ കേസുണ്ട്. പലരും നന്നാകാൻ പറഞ്ഞു. വീട്ടുകാർ, നാട്ടുകാർ, കൂട്ടുകാർ, ഗുരുസ്വാമി എല്ലാം വിളിച്ച് ഉപദേശിച്ചു. വിഘ്നേശൻ നന്നാകണമെന്ന്, ഇതൊക്കെ അവസാനിപ്പിക്കണം, നിർത്തണമെന്ന്. ഒരു 2 കൊച്ചമ്പലം വീട്ടിൽ തന്നെ ഉണ്ട്, അവിടെ നേർന്നു. പിന്നെ സകല അമ്പലത്തിലേക്ക് നേർന്നു. നാടായ നാടെല്ലാം നേർച്ച നേർന്നു. എല്ലാവരും ഉപദേശിച്ചു. എല്ലാവരും ഉപദേശിച്ചു. വിഘ്നേശ്വരൻ നന്നാകുകയില്ല. പിന്നെയും കേസ്, വഴക്ക്, അടിയൊക്കെയാണ്. അങ്ങനെ വന്നപ്പോൾ പിന്നെ അവർ പറഞ്ഞു, ഈ കുടുംബത്തിൽ ഓരോ തലമുറയിലും ഓരോ റൗഡി ഉണ്ടാകും. കഴിഞ്ഞ തലമുറയിൽ ഇവൻ്റെ അമ്മാവൻ ദാമോദരൻ പിള്ളയായിരുന്നു റൗഡി. ഈ തലമുറയിൽ ഇവനാണ്, വിട്ടേക്കാമെന്ന് പറഞ്ഞ് വീടുകാർ വിട്ടു. അങ്ങനെയാണ് വിഘ്നേശ്വരൻ്റെ ജീവിതം. പക്ഷേ ഒരിക്കൽ എന്നോട് സുവിശേഷം പറഞ്ഞ അതേ സുഹൃത്ത് ഇവനോട് പറഞ്ഞു, ഈ മാനസാന്തരപ്പെടണം, രക്ഷിക്കപ്പെടണം, യേശുക്രിസ്തുവിനെ കുറിച്ചൊക്കെ പറഞ്ഞു കേട്ടിട്ട് അയാൾ പറഞ്ഞു, അതൊക്കെ ആലോചിക്കാൻ താൻ പോടുമെന്ന് പറഞ്ഞു. പിന്നെ കുറേ കഴിഞ്ഞ് പറഞ്ഞപ്പോഴും അവൻ്റെ കടയാണ് ഇയാൾ വാടകയ്ക്ക് എടുത്തിരിക്കുന്നത്. ഇയാൾ അവിടെ ചെന്നേ ചായ കുടിക്കുകയുള്ളൂ. ഇയാൾക്ക് 10-15 തൊഴിലാളികളും ഇവൻ്റെ കടയിലേ പോകുള്ളൂ. കാരണം ഇവനെ എങ്ങനെയെങ്കിലും ഇത് മാറ്റാൻ വേണ്ടിയാണ് അയാൾ അവിടെ പോകുന്നത്. എപ്പോഴും പറയും, നീ മാനസാന്തരപ്പെടണം, നീ യേശുക്രിസ്തുവിനെ സ്വീകരിക്കണം, ക്രിസ്തു നിന്നെ സ്നേഹിക്കുന്നു എന്ന്. ഒരു സുപ്രഭാതത്തിൽ വിഘ്നേശ്വരൻ കർത്താവിനെ സ്വീകരിച്ചു. അത് ഞാൻ ചുരുക്കത്തിൽ പറഞ്ഞ് അവസാനിക്കാം. ഭയങ്കരമായ മഴയുള്ള ഒരു രാത്രി ഞങ്ങൾ ആശാനെന്ന് വിളിക്കുന്ന, അടിയടയൊക്കെ പഠിപ്പിക്കുന്ന ഒരാളുണ്ട്. അദ്ദേഹത്തെ പിരിയാശാനെന്നാണ്. കാണുമ്പോൾ ഞങ്ങളെല്ലാം ആശാനെന്ന് വിളിക്കും, കാണാത്തപ്പോൾ പിരിയാശാനെന്ന് പറയും. അടി വശമില്ലാതെ ഇവിടെ കൊണ്ടതുകൊണ്ട് അല്പം പിരിയായി. അതുകൊണ്ട് ഇങ്ങനെ വടിയും കറക്കി നടക്കുന്നത് കൊണ്ട് പിരിയാശാനെന്ന് ഞങ്ങൾ പറയും. ഈ പിരിയാശാൻ ഒരിക്കൽ ഇദ്ദേഹത്തിൻ്റെ കടയിൽ വന്നു. പിള്ളേ, ഇന്ന് പോകാനൊക്കെ ഇല്ല, ഭയങ്കര മഴയാണ്, ഞാൻ ഇവിടെ കിടന്നോട്ടെ എന്നോ. വിഘ്നേശ്വരൻ പറഞ്ഞ് കിടന്നു ആശാനെ. അങ്ങനെ കഴിക്കാനൊക്കെ കൊടുത്തു. ആശാൻ അവിടെ കിടന്നു. കുറേ കഴിഞ്ഞ ഒരു ശബ്ദം. ഉടനെ വിഘ്നേശ്വരൻ, ആശാനെ എന്താ ശബ്ദമുണ്ടാക്കുന്നത്? ഉടനെ ആശാൻ, പിള്ളേ, ഞാനിവിടെ ജപം பண்ணுകയാണ്, ആരോട് പ്രാർത്ഥിക്കുകയാണ്. ആരോട് ആശാനെ പ്രാർത്ഥിക്കുന്നത്? യേശു ആണ്ടവരോട് പ്രാർത്ഥിച്ചാൽ പാപം മോചിക്കും. യേശു ക്രിസ്തു പാപം മോചിക്കുമോ? നിന്റെ പാപം മോചിക്കുമെന്ന് ആശാൻ ആരെയെ കൂസുന്ന ആളൊന്നുമില്ല. അതുകൊണ്ട് നിന്റെ പാപം മോചിക്കും. ആശാനെ, എന്റെ പാപം മോചിക്കുമോ? വിഘ്നേശ്വരൻ. ഉടനെ ആശാൻ, നിന്റെ പാപം മോചിക്കുമെന്ന് പറഞ്ഞു. ഈ വിഘ്നേശ്വരൻ അവിടെ ചെന്ന് ആശാന്റെ അടുത്തിരുന്ന് മുട്ടുകുത്തി യേശുവെ എന്നൊക്കെ വിളിച്ച് അയാൾ ഒരു പ്രാർത്ഥനയൊക്കെ ചെയ്തു. കർത്താവേ, എല്ലാവരും വെറുത്ത ഒരു പാപിയാണ് ഞാൻ, എൻ്റെ പാപങ്ങൾ മോചിക്കണം, എന്നെ നല്ലവനാക്കണമെന്ന് പ്രാർത്ഥിച്ചു. പക്ഷേ രാവിലെ ആശാൻ വന്നതുപോലെ പോയി. വിഘ്നേശ്വരൻ എഴുന്നേറ്റപ്പോൾ തന്നെ ആദ്യമായി ഞങ്ങൾക്കെല്ലാം പൊതു ബാർബറുണ്ട്, ഒരു പയ്യനുണ്ട്, ഗോപി എന്നാണ് അവൻ്റെ പേര്. അവനെ വിളിച്ചു വരുത്തി. 2 മൈൽ അകലെ അവൻ്റെ വീട്ടിലേക്ക് ആളയച്ച് വിളിച്ചു വരുത്തി. എടുക്കടാ മീശ, എടുക്കടാ കൃത. അവൻ പറഞ്ഞു, പിള്ളേ, എത്ര കാലം കൊണ്ട് വെച്ചതാണ് ഈ മീശ, അതിപ്പോഴും എടുത്തു കളി. അടുത്ത മാസം ആകുമ്പോൾ നോക്കി ഇതിനകത്ത് നാരങ്ങ വെക്കാവുന്ന പാകത്തിൽ തിരികെ വെച്ചിരിക്കുകയാണ്. അതുകൊണ്ട് പിള്ളേ ക്ഷമിക്കണം, 1 മാസം കൂടെ എന്ന്. എടുക്കടാ, പിന്നെ പറയാൻ കാര്യം. മീശ എടുത്തു. പിന്നെ വിഘ്നേശ്വരൻ പറഞ്ഞ എടുത്തേ പറ്റുള്ളൂ. എടുക്കടാ മീശ, വെട്ടിക്കുറയ്ക്കും. വെട്ടിക്കുറച്ചു. മുടിയും ക്രാപ്പും എല്ലാം വെട്ടി ചെറുതാക്കുന്നത്, എല്ലാം കുറ്റിമുട്ടിയാക്കി. അതുകൊണ്ട് വേഷമൊക്കെ മാറി, അരപ്പട്ടയൊക്കെ മാറ്റി വിഘ്നേശ്വരൻ കുളിയും കഴിഞ്ഞ് വരുമ്പോൾ എല്ലാം ചോദിച്ചു, എന്ത് പറ്റി? അയാൾ പറഞ്ഞു, ഒന്നും പറ്റിയതല്ല. ഇന്നലെ രാത്രി 10 മണിക്ക് യേശുക്രിസ്തുവിനെ ഞാൻ രക്ഷിതാവായി, കർത്താവായി സ്വീകരിച്ചു. അവൻ മാറ്റിയ മാറ്റമാണിത്. ഇന്ന് വരെ വിഘ്നേശ്വരൻ ക്രിസ്തുവിൻ്റെ സാക്ഷിയായി ജീവിക്കുന്നു. പ്രിയ സഹോദരന്മാരെ, കർത്താവായ യേശുക്രിസ്തു ഒരുത്തനെ രക്ഷിച്ചാൽ രക്ഷിച്ചതാണ്. ഏറ്റവും കൂടുതൽ 5 ഞാൻ പറഞ്ഞു. 1 പാപമോചനം, 2 നിത്യജീവൻ, 3 പരിശുദ്ധാത്മാവ്, 4 പുതിയ ജീവിതം, 5 പ്രത്യാശ. കാർൽ മാർക്സ്, നഷ്ടപ്പെടാൻ നിങ്ങൾക്കൊന്നുമില്ല, നേടാൻ ഒരു സാമ്രാജ്യം. നഷ്ടപ്പെടാൻ ഒരു കൈച്ചങ്ങല, നേടുന്നതോ ഒരു സോഷ്യലിസ്റ്റ് രാഷ്ട്രം. പക്ഷേ യേശുക്രിസ്തു, നഷ്ടപ്പെടാൻ നിങ്ങൾക്കൊന്നുമില്ല, നേടുന്നത് സ്വർഗരാജ്യം. അതിനുവേണ്ടി എന്ത് ചെയ്യണം? കയ്യിലുള്ളത് ഉപേക്ഷിക്കുക. യേശുക്രിസ്തു പറഞ്ഞു, മാനസാന്തരപ്പെടുക, എന്നിൽ വിശ്വസിക്കുക. പ്രിയ സഹോദരി സഹോദരന്മാരെ, നമുക്ക് വേണ്ടി അനന്തത വെടിഞ്ഞ് അവനിലാഗമിച്ച് അഖില ലോക ജനകോടികളുടെ അഖിലമായ പാപവും അതിപാപനമായ ശരീരത്തിൽ ആവഹിച്ച് അവനിക്കും ആകാശത്തിനും മധ്യേ ദുഷ്ടരായ 2 കള്ളരുടെ നടുവിൽ അന്ത്യശ്വാസം വലിച്ച് അവനിൽ അടക്കപ്പെട്ട് അതിശക്തമായ റോമയുടെ ആയുധമേന്തിയ പടയണിയെ അമ്പയെ പരാജയപ്പെടുത്തി ആക്കം കൊണ്ട് 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റ് തന്നെ ആണിയടിച്ച ലോകത്തിൽ ആണിപ്പഴുതുള്ള കാലുകൾ നീട്ടിവെച്ച് നടന്ന് 40 നാളുകൾക്ക് ശേഷം ആണിത്തഴമ്പുള്ള കൈയിലുയർത്തി അനുഗമിച്ച വത്സല ശിഷ്യന്മാരെ അനുഗ്രഹിച്ചിട്ട് അനന്തതയിലേക്ക് ചെന്ന അഗ്രാസനത്തിൽ അമർന്നിരുന്നുകൊണ്ട് അടുക്കൽ കാരുണ്യത്തിനായി പ്രാർത്ഥിച്ച ആരൊക്കെ വരുന്നു അവരെല്ലാം പാപമോചനം കൊടുത്ത് അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന, അവരെല്ലാം തൻ്റെ അടുക്കലേക്ക് ചേർക്കുവാൻ അനന്തരം ആഗമിക്കാൻ പോകുന്ന ഏതെങ്കിലും ഒരു അവതാര പുരുഷനുണ്ടെങ്കിൽ, ഏതെങ്കിലും രക്ഷകനുണ്ടെങ്കിൽ അവനാണ് ഞാൻ പ്രസംഗിക്കുന്ന, ഞങ്ങൾ വിശ്വസിക്കുന്ന കർത്താവായ യേശുക്രിസ്തു. അവനല്ലാതെ വേറെ രക്ഷകനില്ല. അതുകൊണ്ട് ഈ കർത്താവിനെ സ്വീകരിക്കണം. അതുകൊണ്ട് പ്രിയ സഹോദരന്മാരെ, നിങ്ങൾ ആരുന്നൊരു ചോദ്യമേ ഇല്ല. നമ്മളെല്ലാം